നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സർ നമസ്കാരം. നമസ്കാരം. സാർ, അങ്ങനെ നമ്മുടെ നേതാക്കളൊക്കെ കൂടെ ഡൽഹിക്ക് വണ്ടി കയറി എന്നാണ് അറിയാൻ സാധിച്ചത്. ഇപ്പോൾ KPCCയിലെ എല്ലാ മാധ്യമങ്ങളും ഇപ്പോൾ അവിടെ വന്ന് നോക്കിയിരിക്കുന്നുണ്ട്. എന്തെങ്കിലും ഇപ്പോൾ ഒരു ബിഗ് ബ്രേക്കിംഗ് നമുക്ക് കിട്ടുമോ എന്നുള്ളത്. KC വേണുഗോപാലിന് അനുകൂലമായിട്ടുള്ള ഒരു നീക്കം തന്നെയാണ് നടക്കുന്നത്. ഇന്ന് തീരുമാനം ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ സാധ്യത കുറവാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് വരുന്നത് VD സതീശനും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയും സണ്ണി ജോസഫും ഡൽഹിക്ക് ഇന്ന് രാത്രി 7:15 ഡൽഹിക്ക് പുറപ്പെടും. നാളെ ഹൈക്കമാൻഡുമായ ഒരു ചർച്ച. ഓൾറെഡി KC വേണുഗോപാൽ ഡൽഹി തന്നെയാണ്. അപ്പൊ അവിടെ ഒരു ചർച്ച, അത് കഴിഞ്ഞ് ഒരു തീരുമാനം. അങ്ങനെയാണ് ഇപ്പൊ നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെയൊന്നും അല്ല. തീരുമാനിച്ചു കഴിഞ്ഞു, ഹൈക്കമാൻഡ് തീരുമാനിച്ചു കഴിഞ്ഞു ആരെന്നുള്ളത്. KC തന്നെ ഇതൊക്കെ വെറും നാടകം, അതിൻ്റെ പുറത്തുള്ള നാടകം തന്നെ. നമ്മൾ ഓർക്കുന്നുണ്ടോ, പണ്ടൊരിക്കൽ രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തര വകുപ്പ് കൊടുത്തിട്ട് തർക്കത്തെ തുടർന്നു തിരുവഞ്ചൂരിനെ മാറ്റി നിർത്തി. നന്നായിട്ട് അവിടെ TP ചന്ദ്രശേഖരൻ കേസിൽ പ്രതികളെ മുഴുവൻ അറസ്റ്റ് ചെയ്യാനുള്ള തൻ്റെ ഇടം കാണിച്ച ആളാണ്. CPMകാർ ബഹളം നടത്തി പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ. അതിനെ പറഞ്ഞു, ഊരിയ വാൾ ഉറയിൽ വയ്ക്കൂ എന്ന് പറഞ്ഞ നല്ല മിടുക്കനായ ആഭ്യന്തരമന്ത്രിയാണ്. അതിൻ്റെ ഖ്യാതിയൊക്കെ കെടുത്തും വിധം രമേശ് ചെന്നിത്തലയെ ആഭ്യന്തരമന്ത്രിയാക്കിക്കൊണ്ട് ഇദ്ദേഹത്തെ ആ സ്ഥാനത്തുനിന്ന് മാറ്റി. അപ്പോൾ പതിവ് രാഷ്ട്രീയക്കാരനെ പോലെ രമേശ് ചെന്നിത്തല എന്ന് ഇയാളെ സൂചിപ്പിക്കാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ കൈ കൂടാതെ ഇങ്ങനെ ലോഹ്യം പറയാൻ തുടങ്ങി. അപ്പോൾ ചിരിച്ചുകൊണ്ട് തന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഒരു ഡയലോഗ് പറഞ്ഞു ഓർമ്മയുണ്ട്, ഈ നാടകമൊന്നും എൻ്റെ അടുത്ത് വേണ്ട. ചിരിച്ചുകൊണ്ട് ആളുകൾക്ക് മനസ്സിലാവില്ല. ആ രീതിയിൽ സൗഹാർദ്ദം പറയുകയാണെന്ന് പറ്റി ഈ നാടകമൊന്നും എൻ്റെ അടുത്ത് വന്നു, എൻ്റെ തൊപ്പി തെറിപ്പിച്ചിട്ട് എനിക്ക് ആശംസ അറിയിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞതിൻ്റെ ശരിയായിട്ടുള്ള അവരുടെ ഭാഷ എന്ന് പറയുന്ന പോലെയാണ് KC വേണുഗോപാലിനെ ആക്കാൻ വേണ്ടി ഹൈക്കമാൻഡ് തീരുമാനിച്ചിരിക്കുക. അതിനാദ്യം നീ ഒന്ന് ജയിപ്പിക്കുക എന്ന് പറഞ്ഞ് സകല സ്വാതന്ത്ര്യവും കൊടുത്തിട്ട് ഈ MLA-മാർക്ക് വേണ്ട ഫണ്ടും അവർക്ക് വേണ്ട വിഭവങ്ങളും പിന്നെ കനുകൊലു എന്നും പറഞ്ഞൊരുത്തനെ കൊണ്ടുവന്നതും മുഴുവൻ ആസൂത്രണം ചെയ്തത് വേണുഗോപാൽ. ഈ വിജയത്തിൻ്റെ ശില്പി യഥാർത്ഥത്തിൽ വേണുഗോപാലാണ്. അല്ലാതെ ഈ പറയുന്ന പോലെ VD സതീശൻ എന്ത് ചെയ്തെന്നാണ് പറയുന്നത്. VD സതീശൻ എനിക്ക് ബോധ്യമുണ്ട് എന്നും പറഞ്ഞിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരാളിനെ ശിക്ഷിച്ച് പുറത്തു നിർത്തിയല്ലാതെ ഇയാൾ എന്തോന്ന് കുന്തമാണ് ചെയ്തത്? ഇയാൾ നിയമസഭയ്ക്കകത്ത് എന്ത് കുന്തമായത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇയാൾ എന്ത് പ്രക്ഷോഭം നടത്തി? ശബരിമലയിലെ സ്വർണം മുഴുവൻ കൊള്ള ചെയ്തുകൊണ്ട് പോയപ്പോൾ ഇയാൾ എന്ത് പ്രക്ഷോഭം അവിടെ നടത്തിയത്? പണ്ട് യുവതീ പ്രവേശന സമയത്ത് കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെ ആൾക്കാരാണ് ഞാൻ നോക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ അവിടെ പോയി പ്രക്ഷോഭം നടത്തിയത്. ഉമ്മൻചാണ്ടി ഉൾപ്പെടെ മല നടന്നു കയറാൻ വയ്യാത്ത കാലുള്ള കമ്പി വെച്ച കാലുള്ള ആൾ ഉൾപ്പെടെ അവിടെ പോയി സമരം ചെയ്ത് ഞാൻ കണ്ടതാണ്. മനസ്സിലായില്ലേ? ഇതൊന്നും ഇല്ലാതെ ഇയാൾ അവിടെ കിടന്ന് കൂടെ പത്രസമ്മേളനങ്ങളിലല്ലാതെ എവിടെയാണ് ഇയാൾ തർക്കത്തിലും ഡിബേറ്റിലും എടുക്കണം. അതിനപ്പുറം നാട്ടിലിറങ്ങി ഒരു പ്രക്ഷോഭം ചുമതല ഇയാൾ നടത്തിയിട്ടുണ്ട്. പത്രക്കാരെ അങ്ങ് സൂചിപ്പിച്ച് വെച്ചിരിക്കുകയെന്ന് തോന്നുന്നു. പത്രക്കാരെല്ലാവരുടെ വാഴ്ത്തിപ്പാടുക, മുസ്ലിം ലീഗും വാഴ്ത്തിപ്പാടുക. മുസ്ലിം ലീഗിന് എന്താ അവകാശമാണ്? ഇവിടെ എന്തുവാ മതഭരണമാണോ? ആയത്തുള്ള ഖമേനിയുടെ മതഭരണമാണ് ഇവിടെ നടക്കുന്നത്. അവരാണോ ആത്മീയ നേതാക്കളാണോ തീരുമാനിക്കുന്നത്? മുഖ്യമന്ത്രിയായിരുന്നു രാഷ്ട്രീയത്തിൽ? ഇതാണോ ജനാധിപത്യം എന്ന് പറയുന്നത്? അത് മതാധിപത്യമല്ലേ? അവരുടെ തീരുമാനങ്ങളും ആഗ്രഹങ്ങളും മനസ്സിൽ വെച്ചാൽ മതി. അവരുടെ ഭരണം വരുമ്പോഴും അവർ ഒരു മുഖ്യമന്ത്രിയെ തീരുമാനിക്കട്ടെ. ഇതിപ്പോൾ അല്ല, ജനാധിപത്യപരമായിട്ട് നിങ്ങളും ജനാധിപത്യ പാർട്ടിയാണെന്ന് വിചാരിച്ചിട്ട് ഒരു ബഹുസ്വര ജനാധിപത്യത്തിലെ മതേതര സ്വഭാവമുള്ള പാർട്ടിയാണെന്ന് വിചാരിച്ചിട്ട് ജനങ്ങൾ വോട്ട് ചെയ്തത്. തനിക്കുണം കാണിക്കരുത്. പിന്നെ അയാൾ മതി ഇതയാൾ മതി അങ്ങനെ നിങ്ങളുടെ ഈ മതാധിപത്യമല്ല ഇവിടെ. അതിങ്ങോട്ട് കൊണ്ടുവരണ്ട, അത് നടക്കില്ല. ആ പരിപാടി വേണ്ട. ആത്മീയ നേതാക്കൾ ആത്മീയ കാര്യങ്ങൾ നോക്കണം. അതാണല്ലോ പറയുന്നത് VD സതീശൻ. സാമുദായിക നേതാക്കൾ സാമുദായിക കാര്യങ്ങൾ നോക്കിക്കോണം. വർഗീയം പറഞ്ഞാൽ എടുക്കും. എന്താ ഈ VD സതീശൻ വേണമെന്ന് പറഞ്ഞപ്പോൾ എതിർക്കാതിരുന്നത്? VD സതീശൻ നിങ്ങൾ പറയണ്ട, ഞങ്ങളുടെ പാർട്ടി തീരുമാനിക്കുമെന്ന് അതങ്ങ് സൂചിച്ചിരുന്നു. കാരണം മുസ്ലിം ലീഗിൻ്റെ കെയർ ഓഫിൽ ഈ സ്ഥാനം പിടിക്കുക ലക്ഷ്യം. അതിനാണ് അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമിയെ പിന്തുണച്ചത്. മനസ്സിലായി? അവരെ അങ്ങ് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട്. വർഗീയത പറഞ്ഞാൽ വെള്ളാപ്പള്ളി ഞാൻ നിർക്കുമെന്ന് പറഞ്ഞു, അവരെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട്. വെള്ളാപ്പള്ളി പറഞ്ഞാൽ എന്താ വർഗീയത? തൻ്റെ സമുദായത്തിന് സ്കൂളുകൾ, എയ്ഡഡ് സ്കൂളുകൾ കുറച്ചേ കിട്ടുന്നുള്ളൂ, മുസ്ലിം ലീഗിന് കൂടുതൽ കിട്ടുന്നുണ്ട്. പറയൂ, തെറ്റ് അതിലെന്താണ്? മലപ്പുറത്തുള്ള സ്കൂളുകളിൽ, എയ്ഡഡ് സ്കൂളുകളിൽ കൂടുതലും ഇസ്ലാം ഒരു പ്രത്യേക സമുദായത്തിന് കിട്ടിയതാണ്, മറ്റൊരു സമുദായത്തിന് ഒന്നുമില്ല. എന്താ ഇത് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് വർഗീയതയല്ലല്ലോ. ഇത് പറയുമ്പോൾ എന്നാൽ ഇയാളൊരു വൃത്തികെട്ട വർഗീയ മനുഷ്യൻ എന്ന് പറയുന്നത്? ആ പറയുന്ന വർത്തമാനം ഉണ്ടല്ലോ, ആ ഡയലോഗ്, ആ അഭിപ്രായം, അതാണ് വർഗീയം. അതാണ്. നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്സ് സമർത്ഥിക്കൂ. SNDPക്ക് ഇത്രയും സ്കൂൾ കിട്ടിയെന്ന് ഏത് പത്രക്കാരനാകട്ടെ ഏത് രാഷ്ട്രീയക്കാരനാകട്ടെ കണക്ക് വെച്ച് സമർത്ഥിക്കാൻ കഴിയുമോ വെള്ളാപ്പള്ളി പറഞ്ഞത് കള്ളമാണെന്ന്?
അങ്ങേരല്ല വർഗീയത പറയുന്നത്, നിങ്ങളെ വെള്ളാപ്പള്ളിയെ വർഗീയവാദി എന്ന് വിളിക്കുന്നവരാണ് വർഗീയത പരത്തുന്നത്. ഒരു സംശയവും വേണ്ട അതിന്. ഉള്ളത് പറഞ്ഞ ഉടനെ വർഗീയതയോ? അങ്ങനെയാണെങ്കിൽ വർഗീയത മാത്രം മതി നമ്മുടെ നാട്ടിൽ. സത്യമേവ ജയതയെന്നാണ്. വർഗീയതയ്ക്ക് നിങ്ങൾ സത്യത്തിന് നിങ്ങൾ വർഗീയത എന്ന് വരട്ട, വർഗീയത ഏവ ജയെന്ന് തന്നെ അതിന് ഉത്തരം. മനസ്സിലായോ? നിങ്ങൾ സത്യത്തെ വിളിക്കുന്ന പേരാണ് വർഗീയത. ആ പരിപാടി ഇവിടെ വേണ്ട. ആ പരിപാടി വേണ്ട. അതായത് ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കളായിട്ട് നടന്നുകൊണ്ടാണ് നിങ്ങൾ ഈ പ്രവർത്തനം നടത്തുന്നതിനുള്ള തെളിവാണ് തവനൂരിൽ അറുത്ത ആടിൻ്റെ കഴുത്തിലെ ചോരയുമായിട്ട് പ്രകടനം. നിങ്ങൾക്ക് ബിരിയാണി ഉണ്ടാക്കി കഴിക്കാനും വേണ്ടി, ഇറച്ചി കഴിക്കാനും വേണ്ടി അതൊക്കെ കൊല്ലുന്നു മനസ്സിലാക്കാം. നാളെ നിങ്ങളെ പ്രദർശിപ്പിക്കാൻ വേണ്ടി ഈ ശവവും കൊണ്ടുപോകുന്നത്, അതിനൊക്കെ തെമ്മാടിത്തരം എന്നൊരു വാക്കല്ല മറ്റൊന്നും പറയാനില്ല. ഏത് പാർട്ടിയുടെ തെമ്മാടിത്തരം, വർഗീയത നിറഞ്ഞ തെമ്മാടിത്തരം, ഭീഷണിപ്പെടുത്തൽ. ചോര കണ്ടങ്ങനെ എല്ലാവരും ഒന്നും പേടിക്കാറില്ല. അത് കണ്ടാലും പേടിക്കാത്ത ആൾക്കാരുണ്ട്. നിങ്ങളുടെ സമുദായത്തിൽ മാത്രമല്ല, എല്ലാ സമുദായത്തിലും ഉണ്ട്. അത് മനസ്സിലാക്കുക. അതിനെയൊക്കെ നേരിടാൻ ചങ്കൂറ്റമുള്ളവർ ഇന്ത്യൻ പട്ടാളം തന്നെ ഓപ്പറേഷൻ സിന്ദൂർ, നമ്മുടെ ഈ ഭീകരവാദം കണ്ട് ഭയന്ന് പിന്നോട്ടോടിയവരല്ല, മുന്നോട്ട് കാലെടുത്ത് വെച്ചവരാണ്. അതുപോലുള്ളവരുണ്ട് ഇന്ത്യയിലെന്ന് ഓർക്കുക. എല്ലാ സമുദായത്തിലും ഉണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ഈ ഏകാധിപത്യമൊക്കെ മുഖ്യമന്ത്രിയാവാൻ വേണ്ടി ആരെയും അടിച്ചേൽപ്പിക്കേണ്ട. അത് VD സതീശന് ദോഷമാണ് വരുത്തിയിട്ടുള്ളത്. മുസ്ലിം ലീഗിൻ്റെ വർഗീയതയുമായിട്ട് ചേർന്ന് മുഖ്യമന്ത്രിയായിട്ട് അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഈ ജനാധിപത്യത്തിൽ വിശ്വസിക്കുകയും സത്യത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ധാരാളം ആളുകൾ ഇവിടെ ഉണ്ട്. വോട്ട് ചെയ്തവർ തന്നൊന്നും ഇടഞ്ഞു കഴിഞ്ഞാൽ തകർന്നു വീഴുന്നതേ ഉള്ളൂ ആ വോട്ടിൻ്റെ ബലത്തിൽ ഇരിക്കുന്ന കസേര. അത് മനസ്സിലാക്കുക. ഇപ്പം നിങ്ങളിപ്പോൾ ഈ 5 ദിവസത്തിനകം പോലും തീരുമാനം ഉണ്ടായിരുന്നിട്ട് വീണ്ടും വോട്ടുകളൊന്ന് ചോദിച്ചു നോക്കൂ. ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നിട്ട് വോട്ടുകൾ വീണ്ടും ഒന്ന് തയ്യാറുണ്ടോ ഒരു ജനഹിതം കൂടി നോക്കാൻ? നിങ്ങൾക്ക് കിട്ടിയതിൻ്റെ പകുതി വോട്ട് പോലും കിട്ടിയില്ല. കാരണം കിട്ടിയ അവസ്ഥാനം നിങ്ങൾ നഷ്ടപ്പെട്ടു. മുസ്ലിം ലീഗിന് കൊടുത്തു. മുസ്ലിം ലീഗിന് മാത്രമായിട്ടല്ല കിട്ടിയത്. ചില ബുദ്ധിജീവികൾ MN കാരശ്ശേരി, NP ചേക്കൂട്ടിയൊക്കെ ഇരുന്ന് പറഞ്ഞ് മുസ്ലിം ലീഗിന് അതിന് അവകാശമുണ്ട്. ഏത് വകയിലാണ് അവകാശം? അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ ഓരോ പൗരനും പറയാനുള്ള അവകാശമുണ്ട്. ഓരോ പൗരനും കോൺഗ്രസിന് വേണ്ടി വോട്ട് ചെയ്ത, എൻ്റെ ഭാര്യയെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിച്ച ഒരാളാണ് ഞാൻ. എനിക്കുമുണ്ട് അവകാശം. പറയാനുള്ള അവകാശമുണ്ട്. അത് അത്രയേ അവകാശമേ ഉള്ളൂ മുസ്ലിം ലീഗിന്. അങ്ങനൊരു വേറൊരു രീതിയിലൊന്നും അത് വന്നിട്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ടും ഇന്നാര് വേണമെന്നൊന്നും കോൺഗ്രസിനോടൊന്നും, കോൺഗ്രസ് അഭിപ്രായം ചോദിക്കുമ്പോൾ പറയാം, പക്ഷേ അദ്ദേഹത്തിന് തന്നെ വേണമെന്ന് വീണ്ടും പറയാനിരിക്കുകയാണ്. ഞങ്ങളൊന്ന് മീറ്റിംഗ് കൂടും, അത് കഴിഞ്ഞ് വീണ്ടും തീരുമാനിക്കും. നിങ്ങളങ്ങനെ മീറ്റിംഗ് കൂടേണ്ട കാര്യമില്ല. കോൺഗ്രസ് മീറ്റിംഗ് കൂടിയിട്ടുണ്ട്, ആരെയാണെന്ന് അവർ തീരുമാനിച്ചു, അതങ്ങ് അനുസരിച്ചുകൊണ്ടാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ വേറിട്ട് നിങ്ങൾ പോകും, CPM ആയിട്ട് പോകും, CPM കൂടെ പോയി ഗവൺമെൻറ് ഉണ്ടാക്കുക. അതാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. അല്ല ഞങ്ങൾ വരച്ച വരെ കോൺഗ്രസ് നിൽക്കണമെന്ന് പറയുന്നുണ്ടല്ലോ. ആ ഭരണം കേരളത്തിൽ നടപ്പാക്കാമെന്ന് പാണക്കാട്ട് കുടുംബവും വിചാരിക്കേണ്ട, കുഞ്ഞാലിക്കുട്ടിയും വിചാരിക്കേണ്ട, ആരും വിചാരിക്കേണ്ട. അതിന് തിരിച്ചടികളുണ്ടാവും. ആ തിരിച്ചടി എന്ന് പറയുന്നത് ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിന് കിട്ടിയ തിരിച്ചടിയേക്കാൾ ഭീകരമായിരിക്കും. അത്രയ്ക്കൊന്നും ആയിട്ടില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ ഈ പറയുന്ന ഏക മതഭരണം, അല്ലെങ്കിൽ ഇറാനിലെ പോലെ അയത്തുള്ള ഖമനേയിയെ പോലെയുള്ള ഭരണം ഉണ്ടാവണം. ആ ഭരണം അവർ വിശ്വസിക്കുന്ന ഒരു പ്രത്യേക ശാസ്ത്രത്തിൽ വെച്ചുള്ള ഭരണം. അതൊന്നും ആയിട്ടില്ലല്ലോ. ആവട്ടെ, ആവുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കാം. തൽക്കാലം അതൊന്നും ആയിട്ടില്ല. അതുകൊണ്ട് തൽക്കാലം ഈ ജനാധിപത്യം, ബഹുസ്വര ജനാധിപത്യം, നെഹ്റുവിയൻ സോഷ്യലിസം എന്നൊക്കെ പറയുമല്ലോ, ആ നെഹ്റുവിൻ്റെ കാലത്തെ ആ ജനാധിപത്യം അതാണല്ലോ നിങ്ങൾ പറയുന്നത്, ഭരണഘടനയൊക്കെ പൊക്കി പിടിച്ചുകൊണ്ട്. ആ ജനാധിപത്യം മതി ഇവിടെ. അതിനപ്പുറമുള്ള മതാധിപത്യങ്ങളൊന്നും ഇവിടെ വേണ്ട എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ സത്യസന്ധപരമായ അപ്രിയ സത്യമായിരിക്കും അങ്ങനെയുള്ള ഉത്തരം. വെള്ളാപ്പള്ളി നടേശനും പറയേണ്ട, നാരായണ പണിക്കരും പറയേണ്ട, മുസ്ലിം ലീഗും പറയേണ്ട ആരാണ്? ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് അവർ തീരുമാനിച്ച വഴിയിലൂടെ പോവുക. കോൺഗ്രസിൻ്റെ ഏത് മുഖ്യമന്ത്രിയായാലും അവർക്കൊരു പ്രശ്നവുമില്ല. ഇപ്പോൾ ഏത് മുഖ്യമന്ത്രി മാറി വന്നാലും അവർക്കൊരു പ്രശ്നവുമില്ല. അതല്ല പ്രശ്നം. പാർട്ടി അധികാരത്തിൽ വരണം. പിണറായി വിജയനെതിരായിട്ടുള്ള, അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിണറായി വിജയനും പറയണം ആരാണ് മുഖ്യമന്ത്രിയെന്ന്. കാരണം ഈ കോൺഗ്രസിന് ഇത്രയും ഉജ്ജ്വലമായിട്ടുള്ള ഭൂരിപക്ഷം നേടിക്കൊടുത്തത് പിണറായി വിജയനാണ്. മുസ്ലിം ലീഗിനേക്കാൾ അല്ലെങ്കിൽ മറ്റേതൊരു പാർട്ടിയേക്കാളും കൂടുതൽ ഇതിനു വേണ്ടി അധ്വാനിച്ച ആളെന്ന് പറയുന്നത് പിണറായി വിജയനാണ്. ആ പിണറായി വിജയൻ്റെ അധ്വാനം കൊണ്ടാണ് കോൺഗ്രസ് ജയിച്ചിരിക്കുന്നത്. അല്ലാതെ ഈ ഫ്ലെക്സ് ബോർഡുകളും ഫണ്ടും അതുപോലെ തന്നെ ഈ VD സതീശൻ്റെ പ്രതിപക്ഷ വിപ്ലവാത്മക സമരങ്ങൾ കൊണ്ടൊന്നും അല്ല. പിണറായി വിജയൻ്റെ പരാജയമാണ് കോൺഗ്രസിൻ്റെ വിജയമായിട്ട് ഭവിച്ചത്. അങ്ങനെയാണെങ്കിൽ പിണറായി വിജയന് ഒരു സ്റ്റേക്ക് വേണ്ടേ ഇതിലെ? അതുകൊണ്ട് അങ്ങനെയുള്ള വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് ഈ പറയുന്ന പുതിയ ഗവൺമെൻറ്റിൻ്റെ ആ ഖ്യാതി അല്ലെങ്കിൽ അതിൻ്റെ ഒരു വെളിച്ചം കെടുത്തിക്കളയാം എന്നാരും വിചാരിക്കേണ്ട. അതിനനുകൂലമായിട്ടുണ്ടായിട്ടുള്ള ജനങ്ങളുടെ മനസ്സിലെ ആ ഗുഡ് വിൽ എന്ന് പറയുന്ന സദ്ഭാവനയെ ഇല്ലാതാക്കാൻ ശ്രമിക്കരുത്.
the chief minister is the choice of the major party in the coalition. The major party is Congress. It is the prerogative of the Congress and its high command. അല്ല, കേരളത്തിലെ പാണക്കാട്ട് കുടുംബത്തിൽ വേറൊരു ഹൈക്കമാൻഡ് ഇവിടെ പ്രവർത്തിക്കാൻ വന്നാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ അടി കിട്ടുമെന്നുള്ള ഉറപ്പാണ്. 100%. പിണറായിക്ക് കിട്ടിയതിനേക്കാൾ അതിലും മാരകമായിട്ടുള്ള അടിയായിരിക്കും കിട്ടാൻ പോകുന്നത്. പിന്നെ ഇപ്പോൾ നമ്മൾ ഏറ്റവും ഒടുവിൽ അറിയുന്നത് KC വേണുഗോപാലിനെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. മറ്റവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വിളിച്ചിരിക്കുന്നത്. അവരോട് പറയും ഞങ്ങളുടെ ചോയ്സ് ഇതാണ്, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലടി ഉണ്ടാക്കും. അതുകൊണ്ട് മൂന്നാമതൊരാളായിട്ട് ഞങ്ങൾ തൽക്കാലം ഇദ്ദേഹത്തെ ഓർഗനൈസിംഗ് സെക്രട്ടറി ആയിട്ട് രമേശ് ചെന്നിത്തല, അതുപോലെ ആഭ്യന്തരമന്ത്രിയായിട്ടിരിക്കാൻ അവർ VD സതീശനെ നിർബന്ധിക്കും. നിങ്ങൾ കുറച്ച് നാൾ, നിങ്ങൾ 2.5 വർഷം ഇരിക്കും, അപ്പോഴത്തേക്ക് മുഖ്യമന്ത്രിയാവുന്ന കാര്യം ഞങ്ങൾ പരിഗണിക്കുക. ഇതായിരിക്കും അവിടെ നിന്ന് ഉത്തരം പറയാൻ പോകുന്നത്. അല്ലെങ്കിൽ ഹൈക്കമാൻഡിൻ്റെ വെറും പാവയായിട്ടുള്ള, ഹൈക്കമാൻഡ് പറഞ്ഞാൽ കേൾക്കുന്ന ഒരാളായിട്ടുള്ള KC വേണുഗോപാലിനെ ഈ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് അവതരിപ്പിക്കാൻ അവർ സമ്മതിക്കില്ല. നിങ്ങൾ വേണ്ടാന്ന് നിങ്ങൾ പറയും. ഇവിടെ വേറൊരു കാര്യം കൂടെ ഓർക്കണം. എന്താണ് ഇപ്പോൾ AK ആൻ്റണിയെ പോലെ സ്ഥാനത്യാഗം ചെയ്യാൻ, മുഖ്യമന്ത്രി പദം വേണ്ട എന്ന് വെച്ച് പോകാൻ, അതുപോലെ VM സുധീരനെ പോലെ മുഖ്യമന്ത്രി ആവണ്ട, എനിക്ക് മന്ത്രിയാവണ്ട എന്ന് പറയാൻ അത്തരം പാർലമെൻ്ററി വ്യാമോഹങ്ങളില്ലാത്ത സേവനം നടത്തുന്ന ആൾക്കാരാണ് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം. ആ പ്രസ്ഥാനത്തിൽ ഈ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി കടിപിടി കൂട്ടുക എന്ന് പറയുന്നത് എന്തൊരു നാണക്കേടാണ്. എനിക്ക് ഇത്രയും യോഗ്യതയുണ്ടെന്നും പറഞ്ഞ് ഈ സമയത്ത് പൊക്കിക്കൊണ്ടുവരുന്നത് എന്ത് നാണക്കേടാണ്. നമ്മളതൊക്കെ അതിനേക്കാൾ എന്താ ഭേദമാണ് സാധാരണ ജനങ്ങൾ, ഇങ്ങനെയുള്ള അത്യാഗ്രഹങ്ങളൊന്നുമില്ലാതെ. അപ്പോൾ ഇവരെല്ലാം ഇത്രയും നാൾ ഈ കോൺഗ്രസ്സിന് വേണ്ടി പ്രവർത്തിച്ചത് മുഴുവൻ എല്ലാം ഈ സ്ഥാനത്തിന് വേണ്ടി എന്നല്ലേ അർത്ഥം. സ്ഥാനമാനങ്ങൾ ചൊല്ലിക്കലഹിച്ചു നാണം കെട്ടു നടക്കുന്നത് ചിലർ എന്ന് പൂന്താനം ജ്ഞാനപ്പാനയിൽ പാടിയത് അന്വർത്ഥമാക്കുന്ന പ്രവർത്തനമാണ് നിങ്ങൾ കാഴ്ചവെക്കുന്നത്. നിങ്ങളെ കണ്ട് ജനങ്ങൾ മൂക്കത്ത് വിരൽ വയ്ക്കുന്നു എന്നുള്ള കാര്യം വലിയ പത്രാസോടുകൂടി ഇന്നോവ കാറുകളിലും 5 സ്റ്റാർ ഹോട്ടലുകളുമായിട്ട് ഇങ്ങനെ മഹിളാ കോൺഗ്രസിൻ്റെ ആശീർവാദങ്ങൾ ഏറ്റുവാങ്ങി മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി ഇരക്കുന്ന ഈ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളെ ഞങ്ങൾക്ക് പരമപുച്ഛമാണ് എന്നുള്ളതാണ്. അതുകൂടെ കേൾക്കണം. ഏതായാലും ഇപ്പോൾ ഇനി തീരുമാനം ഹൈക്കമാൻഡ് ഡൽഹിയിൽ നിന്ന് അറിയിച്ചു കഴിഞ്ഞു. അനൗൺസ് ചെയ്യാനേ ഉള്ളൂ. എല്ലാം റെഡിയായിട്ട് ഇരിപ്പുണ്ട്. ഇന്നലെ നമ്മൾ പറഞ്ഞല്ലേ, മുകുൾ വാസ്നിക്കിൻ്റെ കയ്യിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. അതെല്ലാം തെളിവായിട്ടുണ്ട്. അതാണ് അവരുടെ ഏറ്റവും വലിയ എവിഡൻസ്. അല്ല മുസ്ലിം ലീഗ് പറയുന്ന പോലെ കേൾക്കാനല്ല അവരിയ്ക്കുന്നത്. അവരത് കാണിച്ചു കൊടുക്കും. കാരണം മുസ്ലിം ലീഗിന് വഴക്കി ഇങ്ങനെ ഭരിച്ചാൽ എന്തായിരിക്കും സ്ഥിതി? അത് കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. അത് ഏതായാലും ഇനിയൊരു ഔദ്യോഗിക ഒരു പ്രഖ്യാപനം മാത്രമേ ഉള്ളൂ. അതെ, വരാനുണ്ട്. ഡൽഹിയിൽ നിന്നാണോ, അവിടെ നിന്നേ പറയോ, അതോ ഇനി ഇവിടെ വന്ന് ഇന്ദിരാഭവനിൽ പോയപ്പോൾ അതൊരു ധർമ്മസങ്കടത്തിൽപ്പെട്ടതുപോലെ എനിക്ക് തോന്നുന്നത്. സന്തോഷം ഒട്ടുമില്ലാതെ ആ വെടിപടക്കങ്ങളൊക്കെ മേളവും ചെണ്ടമേളവും ഒക്കെ ആയിരുന്നു അല്ലേ. പാൽപ്പായസം, ലഡു, കേക്ക് എല്ലാം ഇതെല്ലാമായിരുന്നു. ഇപ്പോൾ ഒന്നുമില്ല ഇവിടെ. എന്താണെന്ന് അറിയാതെ ഇങ്ങനെ ആകെ ആശയക്കുഴപ്പത്തിൽ നിൽക്കുന്ന കോൺഗ്രസ് പ്രവർത്തകർ, അവരാണ് താഴെ തട്ടിൽ പ്രവർത്തിക്കുന്ന പാവപ്പെട്ട ആൾക്കാർ. പിന്നെ അവിടെ ചുറ്റും കാണുമ്പോൾ, ഞാൻ അല്പം മുമ്പ് പോയപ്പോൾ കാണുന്നത് അവിടെ KC വേണുഗോപാലിൻ്റെ ഫ്ലക്സുകൾ മാത്രമേ ഉള്ളൂ ചുറ്റും. വേറൊറ്റ ആളിൻ്റെ ഇല്ല ആ സ്ഥാനത്ത്. അത് തന്നെ ഒരു സൂചനയാണ്. ചാനലുകൾ ഒക്കെ വന്ന് അവിടെ ഷൂട്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ ഒരു ഫലവുമില്ല. തീരുമാനങ്ങൾ വിവാഹം സ്വർഗത്തിൽ നടക്കുമെന്നു പറയുന്ന പോലെ മുഖ്യമന്ത്രിയെ ഹൈക്കമാൻഡ് തിരഞ്ഞെടുത്ത് കഴിഞ്ഞു. ഒരു പ്രഖ്യാപനം മാത്രമേ വരാൻ, ഏത് നിമിഷം വേണമെങ്കിലും വരാം. അത് ചുരുക്കി പറഞ്ഞാൽ നമ്മൾ 1 മാസത്തോളം കാത്തിരുന്നല്ലേ തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തിന് വേണ്ടി. ഫലമായി EVM ബോക്സുകളിലുണ്ടപ്പോൾ നമുക്ക് അഗോചരമാണെന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ അഗോചരമായിട്ടുള്ള ഒരു തീരുമാനം, അഗോചരമായിട്ടൊരു മുഖ്യമന്ത്രി ഉണ്ടായിട്ടുണ്ട്. അതിപ്പോൾ പ്രഖ്യാപിക്കും, വന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ഒരു കുഴപ്പവും ഉണ്ടാവാതെ കാര്യങ്ങൾ നടക്കും എന്നുള്ളതാണ് ആ പ്രതീക്ഷ. നോക്കാം.